ജാതിപ്പോര് വിവാദത്തിൽ അല്ലെങ്കിൽ ജാതിപ്പേര് വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് കനത്ത പ്രതിരോധം തീർത്തുകൊണ്ട് മന്ത്രി കൂടിയായിട്ടുള്ള കെ മുരളീധരൻ രംഗത്ത് വന്നത്. കല്ലെറിയുന്നവർ വഷളാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. സതീശൻ ഹൈക്കമാൻഡ് അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ്. സതീശനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു നീക്കവും വിലപ്പോകില്ല എന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിനെ തന്നെ കുറിച്ച് പറഞ്ഞാൽ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് CM പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ജാതിപ്പേര് അതെന്തിനാണ് വിവാദത്തിന്റെ ആവശ്യം? കോൺഗ്രസിൽ നിന്നുള്ള ശരിയല്ല. അതൊക്കെ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റി നടത്തരുത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അതല്ലേ പറയേണ്ടത്. അപ്പോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അങ്ങനെയാണ്, അത് ജാതിയാണോ? അദ്ദേഹത്തിന്റെ സമുദായം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ ഇത്ര അസ്വസ്ഥത ആവശ്യം എന്താ? വി ഡി സതീശൻ എന്ന് പറയണോ അതോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയുന്നു കരുണാകരൻ മുരളീധരൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ പേര് ദുരുപയോഗപ്പെടുത്തി എന്ന് വരെ പറയും ഈ കൂട്ടർ. ഇതൊക്കെ ശരിയായിട്ടുള്ള നടപടിയല്ല. അതൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് മൗലികാവകാശം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണല്ലോ അത്തരം വിമർശനങ്ങൾ. ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. വി ഡി സതീശനെതിരായ ഒരു നീക്കമാണോ? അതൊന്നും വിലപ്പോവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ച, ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിന്റെ പേരിൽ കല്ലെറിയാൻ നോക്കിയാൽ ഒരു പിന്തുണയും സമൂഹത്തിന് ഒരു ഭാഗത്തുനിന്നും കിട്ടില്ല. പറയുന്നൊരു വഷളാവുന്നു മാത്രമേ ഉള്ളൂ. പാർട്ടി വിട്ടുപോയ ആളാണ്, തിരിച്ചു വരുന്നു, പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ആരായുന്നത് കെ എമ്മിന്റെ നിലപാടും കെ എമ്മിന്റെ അഭിപ്രായവുമാണ്. അത് ഈ കേരളം ആര് ഭരിക്കണം എന്നതിൽ വളരെ നിർണായകമായി. പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ പരിഗണനയിൽ പൂർണ്ണ തൃപ്തനാണ്. ഞാനിപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ പരിഗണനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും, ആ വകുപ്പുകളൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ആ വകുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇനി ഭംഗിയായി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്. VDS-ഉമായി അത്രയും വലിയൊരു തീർച്ചയായും നല്ല ബന്ധത്തിൽ പോകണം. മന്ത്രിമാരും നല്ല ബന്ധത്തിൽ പോകണം. എങ്കിലേ ടീം UDF വിജയിക്കാൻ കഴിയും. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയാക്കും, മന്ത്രിക്കും സർക്കാരിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്, രോഗികളുടെ പരാതി ഒഴിവാക്കാൻ ശ്രമിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന വകുപ്പ് കൂടിയാണ്. അതിനെതിരായ വികാരം കൂടിയാണ് ഈ ഫലം എന്ന് പറയുന്നത്. ചലഞ്ചായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിന് 105 സീറ്റ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 102 സീറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ച്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ സിസ്റ്റം ശരിയാക്കണം. കാരണം സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെൻറ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പിനെ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായെന്ന് അദ്ദേഹം പറഞ്ഞ് വെന്റിലേറ്ററിലാണെന്ന്, ഞാൻ പറഞ്ഞു മോർച്ചറിയിലാണെന്ന്. അപ്പോൾ ഇനി അങ്ങനെ ആക്ഷേപങ്ങളില്ലാതിരിക്കുക. വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളെ അല്ല ഞങ്ങൾ കാര്യമാക്കുന്നത്. എന്നാൽ പോരായ്മകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലെടുക്കും. ഈ വകുപ്പ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സ്ക്രൂട്ടണി ഇതിൽ നടക്കുമെന്ന കാര്യം കൃത്യമാണല്ലോ ഈ 5 വർഷവും. തീർച്ചയായിട്ടും. കാരണം രോഗികൾക്ക് പരാതി ഉണ്ടാവരുത് ആരോഗ്യവകുപ്പിനെ കുറിച്ച്. അതാണ് ഞങ്ങൾ ആ പരാതികൾ ഒഴിവാക്കി ഭംഗിയായി വകുപ്പ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ദേവസ്വം വകുപ്പിൻ്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. SIT-യിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായി മന്ത്രിയുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം, കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. യെസ്, ഇപ്പോൾ കെ മുരളീധരനുമായി അഭിമുഖം നടത്തിയ MG രേണുക തന്നെയാണ് ചേരുന്നത്. രേണുക, ഇതിൽ ഏറ്റവും പ്രസക്തമാകുന്ന ഭാഗം എന്നത് രേണുക തന്നെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുന്നു, പാർട്ടിയിൽ കൃത്യമായി ഇടം ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും സമീപനങ്ങളിലും വന്നിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച്
വി ഡി സതീശനു വേണ്ടി ഇപ്പോൾ ഏറ്റവും ശക്തനായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളായി കെ മുരളീധരൻ മാറിയിരിക്കുന്നു എന്നതല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ നിർദ്ദേശിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ ഒരു വിവാദം അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഈ ജാതിപ്പേര് ഉപയോഗിച്ചു എന്നതാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന വക്താക്കൾ തന്നെ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഈ വിഷയത്തിലാണ് നമ്മൾ കെ മുരളീധരനോട് ഇതിലെ പ്രതികരണം തേടുന്നത്. അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞത് അത് വി ഡി സതീശന്റെ ചോയ്സ് ആണ്. അച്ഛൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് എന്താണ് തെറ്റ്? അച്ഛൻ്റെ പേര് പറയാമല്ലോ, അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. അതിനെ ജാതിപ്പേരെന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. താൻ പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അച്ഛൻ്റെ പേര് ദുരുപയോഗം ചെയ്ത ആളാക്കി പോലും ഈ കൂട്ടർ മാറ്റുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം ഇത് വി ഡി സതീശനെതിരായ ഒരു നീക്കമാണോ എന്ന് നമ്മൾ വളരെ സ്പെസിഫിക് ആയി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് അല്ല എന്ന് പറയുന്നില്ല, മറിച്ച് പറയുന്നത് അത് വിലപ്പോകില്ല എന്നാണ്. വി ഡി സതീശനെതിരായ ഒരു നീക്കം ഉണ്ടായാൽ അത് വിലപ്പോവില്ല. ഹൈക്കമാൻഡ് നിശ്ചയിച്ച മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വി ഡി സതീശനെതിരായ എന്തെങ്കിലും ഒരു നീക്കം ആരെങ്കിലും നടത്തിയാൽ അവർ വഷളായി പോകും, കല്ലെറിയുന്നവർ വഷളാകും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ഇന്റർവ്യൂവിൽ പല ഭാഗങ്ങളിലായി അദ്ദേഹം നമ്മൾ ആദ്യം എന്തുകൊണ്ട് വി ഡി സതീശൻ എന്നൊരു ചോയ്സിലേക്ക് താങ്കൾ എത്തി, താങ്കളുടെ ആ നിഗമനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ശക്തമായ ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്നു. അതാണ് താൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ നിയമസഭാ മണ്ഡലത്തിൽ 25 വാർഡുകളുണ്ട്. അവിടെ എല്ലായിടത്തും വി ഡി സതീശൻ എത്തിയിട്ടില്ല. വി ഡി സതീശൻ വളരെ കുറച്ച് വന്ന മണ്ഡലങ്ങളിലൊന്നാണ്. പക്ഷേ എല്ലായിടത്തും താൻ ജയത്തിന് ശേഷം ചെല്ലുമ്പോൾ എല്ലാവരും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നൊരു വികാരം തന്നെ അറിയിക്കുകയുണ്ടായി. അത് പുതുയുഗ യാത്രയിൽ, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമല്ല, പുതുയുഗ യാത്രയിൽ അദ്ദേഹത്തിന്റെ ആ ജനപിന്തുണ താൻ അനുഭവിച്ചറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. അപ്പോൾ ശക്തമായ ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത്. അത് വളരെ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ജനകീയനായ ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടത്തുകയാണെങ്കിൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും, അവരെ അത് വഷളാക്കും. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരക്കാർ ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് ശക്തമായ പ്രതിരോധം വി ഡി സതീശന് വേണ്ടി തീർക്കുകയാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. ഈ അഭിമുഖത്തിൽ 3 ഭാഗങ്ങളിലെങ്കിലുമായി അദ്ദേഹം വി ഡി സതീശനും കെ മുരളീധരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശക്തമായ പിന്തുണ തനിക്ക് ചീഫ് മിനിസ്റ്ററിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് കെ മുരളീധരൻ സൂചിപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്വം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുക എന്നതാണ് തനിക്കിനി ചെയ്യാനുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു പുനരാലോചന ഉണ്ടായില്ല. ചില നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തനിക്ക് ആദ്യം പറഞ്ഞിരുന്ന വകുപ്പുകൾ തന്നെ കിട്ടി, അതിലൊരു തരത്തിലും പുനരാലോചന ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലുമുള്ള പിന്തുണ CM തനിക്ക് നൽകുന്നു എന്നതാണ് പറഞ്ഞത്. മറ്റൊരു മുന്നറിയിപ്പ് കൂടി കെ മുരളീധരൻ വെക്കുന്നുണ്ട്. ഒരു ടീമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധം ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധത്തിലാണോ കെ മുരളീധരൻ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നല്ല ബന്ധത്തിൽ തന്നെയാണ്. അത് ആ നല്ല ബന്ധം എല്ലാ മന്ത്രിമാർക്കും വേണമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഒരു ടീമായി എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയാണ്. നമുക്കറിയാം ഇവിടെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതിൽ നിന്ന് വി ഡി സതീശൻ ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമാണ് എന്ന അടിസ്ഥാനത്തിൽ വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് KC വേണുഗോപാലിന് പാർലമെന്ററി പാർട്ടിയിലുള്ള അപ്രമാദിത്വം നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭാ രൂപീകരണത്തിലും അത്തരം ഒരു മുൻതൂക്കമുണ്ട്. അവിടെ വി ഡി സതീശന് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് ഏറ്റവും പൂർണ്ണ പിന്തുണ കെ മുരളീധരൻ എന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിൽ നിന്നുണ്ടാകുന്നു. മന്ത്രിസഭയിൽ വി ഡി സതീശന്റെ ഏറ്റവും വലിയ വക്താവായി, അദ്ദേഹത്തിന്റെ നേതാവായി കെ മുരളീധരൻ മാറുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം സംഘടനാ തലത്തിൽ ഉൾപ്പെടെ കൃത്യമായ പരിചയവും ലീഡർഷിപ്പുമുള്ള വ്യക്തിയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന്റെ പിന്തുണ വി ഡി സതീശനെ സംബന്ധിച്ച് എല്ലാത്തിലും നിർണായകമാകും എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി ഡി സതീശന്റെ ഏറ്റവും വലിയ വക്താവായും പിന്തുണയ്ക്കുന്ന നേതാവായും കെ മുരളീധരൻ നിൽക്കുന്നു. സംഘടനാ തലത്തിലും നേതൃതലത്തിലും ഒക്കെ വലിയ അനുഭവ പാഠങ്ങളുള്ള ശക്തനായ നേതാവ് വി ഡി സതീശന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായി എത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും രാഷ്ട്രീയത്തിൽ എപ്പോഴും മാറ്റങ്ങളുണ്ടാകും, നിലപാടുകൾ മാറ്റുന്ന നേതാക്കളുണ്ടാകും, പൊളിറ്റിക്കൽ സമീപനങ്ങളിൽ മാറ്റമുണ്ടാകും, മുന്നണി സംവിധാനങ്ങളിൽ മാറ്റമുണ്ടാകും. ഇപ്പോഴിതാ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. അവിടെയാണ് കെ മുരളീധരനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് പാർട്ടിയുമായി പലപ്പോഴും കലഹിച്ചിട്ടുള്ള, നേതൃത്വവുമായി പലപ്പോഴും കലഹിച്ചിട്ടുള്ള, പാർട്ടി തന്നെ വിട്ടുപോയിട്ടുള്ള മുൻ KPCCയുടെ അധ്യക്ഷൻ കൂടിയായിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അത് ജനവികാരത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ MG രേണുകയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു News 18നോട് കെ മുരളീധരന്റെ പ്രതികരണം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.